മരണം. ഈ നിമിഷം ജീവനോടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള സകല ജീവജാലങ്ങളിലും സുനിശ്ചിതമായി സംഭവിക്കാൻ പോകുന്ന ജീവിത പ്രക്രിയയുടെ വിരാമമാണ് മരണം. മരണാനന്തരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ആത്മാവ്, സ്വർഗം, നരകം എന്നിങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളും സംസ്കാരങ്ങളുമെല്ലാം ഇതിനോടകം ധാരാളം ഉത്തരങ്ങൾ നമുക്ക് നൽകിയിട്ടുമുണ്ട്. മരണം ഈ ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും ഇതിനുശേഷം മറ്റൊരു ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ട് എന്നും അതിപുരാതന സംസ്കാരങ്ങൾ പോലും വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പിന്നീട് ലോകാത്ഭുതമായി മാറിയ പിരമിഡുകൾ. കണക്കുകൾ പ്രകാരം ലോകത്ത് ഒരു ദിവസം 1,53,425 ആളുകളാണ് മരിക്കുന്നത്. അതായത് ഈ നിമിഷം 2 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. 820 കോടി ആളുകളാണ് ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും മരിച്ചവരുടെ കണക്ക്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഇത്രത്തോളം ആളുകൾ എവിടെയായിരിക്കും ജീവിക്കുന്നത്? മരിച്ചിട്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളുകളുടെ ധാരാളം അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മരിച്ചവർ എങ്ങനെയായിരിക്കും മടങ്ങി വന്നത്? മരണശേഷം എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? നമുക്കൊരു പുനർജന്മം ഉണ്ടാകുമോ? സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുമോ? അതോ നമ്മൾ ആത്മാവായി മാറുമോ? എന്താണ് മരണാനന്തരം? മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഇന്നുള്ള മതവിഭാഗങ്ങളും സംസ്കാരങ്ങളുമെല്ലാം പല വ്യത്യസ്ത തലങ്ങളിലാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മരണശേഷം എന്ത് എന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിന് മുന്നിൽ ഉത്തരമുണ്ടോ? ശാസ്ത്രീയമായി എന്താണ് മരണമെന്നും മരണാനന്തരമെന്നും നമുക്ക് നോക്കാം. മരണത്തെ പ്രധാനമായും 2ആയി തിരിക്കാം: ക്ലിനിക്കൽ ഡെത്തും ബയോളജിക്കൽ ഡെത്തും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് ഹൃദയവും തലച്ചോറും. ഇവ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹൃദയം തുടർച്ചയായി രക്തം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ശരീരത്തിൽ ഉടനീളം ഓക്സിജൻ വളരെ സുലഭമായി ലഭിക്കും. മസ്തിഷ്കം നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് പരിപൂർണമായും നിലച്ചു കഴിയുന്ന അവസ്ഥയെ മെഡിക്കൽ സയൻസ് വിളിക്കുന്നത് ക്ലിനിക്കൽ ഡെത്ത് അഥവാ ക്ലിനിക്കൽ മരണം എന്നാണ്. എന്നാൽ ഹൃദയമിടിപ്പ് നിലച്ചു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ മരണം സംഭവിക്കുന്നില്ല. ഹൃദയമിടിപ്പ് നിലച്ച ശേഷം 4 മുതൽ 6 മിനിറ്റ് വരെ മസ്തിഷ്കം സജീവമായി പ്രവർത്തിക്കും. അതായത് ഹൃദയസ്തംഭനമുണ്ടായി ക്ലിനിക്കൽ മരണം സംഭവിച്ചാലും ശരിയായ വൈദ്യസഹായം നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കും. ഈ ഒരു ഘട്ടത്തെ അതിജീവനത്തിൻ്റെ ജാലകം അഥവാ വിൻഡോ ഓഫ് സർവൈവൽ എന്നാണ് വിളിക്കുന്നത്. കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്ന CPR, ഡിഫിബ്രിലേഷൻ, എപ്പിനെഫ്രിൻ കുത്തിവയ്പ്പ് എന്നിവയെല്ലാം ക്ലിനിക്കൽ ഡെത്ത് എന്ന ഘട്ടത്തിൽ നിന്നും രോഗികളെ പുനർജീവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളാണ്. ശരീരത്തിൽ ഉടനീളം രക്തം പമ്പ് ചെയ്യുന്നതും എല്ലാ ടിഷ്യൂകളിലേക്കും ഓക്സിജൻ പോകുവാൻ സഹായിക്കുന്നതും ഹൃദയമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ച ശേഷം മസ്തിഷ്കവും തൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തുടങ്ങും. ഏകദേശം 4 മുതൽ 6 മിനിറ്റുകൾക്ക് ശേഷം തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്ന ഈ ഒരു സമയത്തെ ബയോളജിക്കൽ ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ 2 ഘട്ടങ്ങൾക്കും ഇടയിലുള്ള സമയത്താണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ സംഭവിക്കുക. ഇങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞ് ആ മൃതശരീരത്തിന് പിന്നീട് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് മരണാനന്തരം എന്ത് എന്ന്. മരണശേഷം നമ്മൾ കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളിലൂടെയാണ്. അതിൽ ആദ്യത്തേത് സെൽഫ് ഡൈജഷൻ. ഹൃദയമിടിപ്പ് നിലച്ചു കഴിയുമ്പോൾ രക്തത്തിന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഹൃദയത്തിൽ നിന്നും വളരെ അകലെയുള്ള ചർമ്മത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളായ ക്യാപ്പിലറുകളിലൂടെ രക്തചംക്രമണം നടക്കാതെയാകുമ്പോൾ പല്ലോർ മോർട്ടീസ് സംഭവിക്കും. അതായത് ആ ശരീരഭാഗങ്ങളെല്ലാം വിളറിയതായി മാറും. ഇളം നിറമുള്ളവരിൽ പല്ലോർ മോർട്ടീസ് കൂടുതലായി പ്രകടമാകും.
എന്നാൽ ഇരുണ്ട നിറമുള്ളവരിൽ ഇത് വളരെ കുറവായിരിക്കും. മരണം സംഭവിച്ച് ആദ്യത്തെ 15 മുതൽ 25 മിനിറ്റ് വരെയുള്ള സമയത്ത് നടക്കുന്ന മരണത്തിൻ്റെ ആദ്യത്തെ ദൃശ്യമായ അടയാളമാണിത്. തുടർന്ന് ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറഞ്ഞ് ശരീരം തണുക്കാൻ തുടങ്ങും. മണിക്കൂറിൽ 1.5 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന നിലയിൽ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞ് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേരും. ശരീരം തണുക്കുന്ന ഈ അവസ്ഥയെ അൽഗോർ മോർട്ടിസ് എന്നാണ് പറയുന്നത്. രക്തയോട്ടം നിലച്ച ശേഷം 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ ശരീരത്തിലെ മുഴുവൻ രക്തവും ഗ്രാവിറ്റി മൂലം ശരീരം കിടത്തിയിരിക്കുന്നതിൻ്റെ അടിഭാഗത്തേക്ക് എത്തിച്ചേരും. ഇതിനെ ലിവർ മോർട്ടിസ് എന്നാണ് വിളിക്കുന്നത്. 1 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയിൽ ശരീരത്തിൽ ഓക്സിജനും രക്തയൊഴുക്കും ഇല്ലാത്തത് കാരണം പേശികളും ഞരമ്പുകളുമെല്ലാം ചുരുങ്ങാൻ തുടങ്ങും. ഇതിനെ റിഗർ മോർട്ടിസ് എന്നാണ് വിളിക്കുന്നത്. 7 മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിൽ ഓക്സിജനും ഹോർമോണും ഇല്ലാതാകുന്നത് കാരണം സൂക്ഷ്മജീവികൾ ശരീരത്തിലെ പ്രോട്ടീനുകൾ ഭക്ഷിക്കാൻ തുടങ്ങും. 12 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും കോശങ്ങൾ ഓരോന്നായി നശിക്കാൻ തുടങ്ങും. ഇതിനെ ഓട്ടോലൈസിസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട അവസ്ഥകളെല്ലാം ചേർന്നതാണ് ഒന്നാമത്തെ ഘട്ടമായ സെൽഫ് ഡൈജഷൻ. അടുത്തത് രണ്ടാമത്തെ ഘട്ടമായ ബ്ലോട്ട്. മരണശേഷം 1 ദിവസം കഴിഞ്ഞ് ശരീരം ജീർണിക്കാൻ തുടങ്ങും. 2 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മൃതശരീരത്തിൻ്റെ വയറ്റിൽ മീഥെയിൻ, സൾഫർ, അമോണിയ എന്നീ ഗ്യാസുകൾ നിറയും. ഇതിൻ്റെ ഫലമായി വയറ് വീർക്കാൻ തുടങ്ങും. അതിനുശേഷം ഈ ഗ്യാസുകൾ ശരീരം മുഴുവൻ നിറയാൻ തുടങ്ങും. അതിൻ്റെ ഫലമായി ശരീരത്തിൻ്റെ നിറം മാറുകയും ശരീരം വീർക്കുകയും ചെയ്യും. അടുത്തത് മൂന്നാമത്തെ സ്റ്റേജായ ആക്റ്റീവ് ഡീക്കേ ആണ്. ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ചെറിയ ദുർഗന്ധം പ്രാണികളെ ആകർഷിക്കും. അങ്ങനെ വരുന്ന ഈച്ചകളും പ്രാണികളും ശരീരത്തിൽ വന്നിരുന്ന് മുട്ടയിടും. മരണം നടന്ന് 3-ാം ദിവസം ഈ മുട്ട വിരിഞ്ഞ് പുഴുക്കളായി മാറി അവ ശരീരം ഭക്ഷിക്കാൻ തുടങ്ങും. 4-ാം ദിവസമാകുമ്പോഴേക്കും മാംസവും തൊലിയും ശരീരത്തിൽ നിന്നും അടർന്നു മാറുകയും മുടി കൊഴിഞ്ഞു പോവുകയും നഖം തൊലിക്കുള്ളിലേക്ക് ആവുകയും ചെയ്യും. ഇപ്പോൾ മരണം സംഭവിച്ചിട്ട് 4.5 ദിവസങ്ങൾ കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ഈ അഴുകൽ മൂലമുണ്ടാകുന്ന ഗ്യാസുകൾ മൃതശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരും. അത് അസഹനീയമായ ദുർഗന്ധമായിരിക്കും. ഈ സമയത്ത് പുഴുക്കൾ ശരീരം മുഴുവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്തത് 4-ാമത്തെ ഘട്ടമായ അഡ്വാൻസ്ഡ് ഡീക്കേ ആണ്. ഇത് സംഭവിക്കുന്നത് മരണം നടന്ന് 8-ാം നാളിലാണ്. ഈ സമയമാകുമ്പോൾ ശരീരത്തിലെ ശക്തിയേറിയ പേശികളെല്ലാം ദ്രവിച്ച് ദ്രാവകമായി മാറും. ആ ദ്രാവകം പതിയെ ശരീരത്തിന് പുറത്തേക്ക് ഒലിച്ചിറങ്ങും. 10-ാം ദിവസം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തന്നെ അഴുകും. ഇതിൻ്റെ ഫലമായി 2 ദിവസങ്ങൾക്കുള്ളിൽ അസ്ഥികളെല്ലാം പരസ്പരം വേർപെടും. അങ്ങനെ അതിമനോഹരമായി നമ്മൾ കൊണ്ടു നടന്നിരുന്ന നമ്മുടെ സുന്ദര ശരീരം വെറും അസ്ഥികൂടം മാത്രമായി മാറാൻ തുടങ്ങും. അടുത്തത് അവസാനത്തെ ഘട്ടമായ സ്കെലിറ്റലൈസേഷനാണ്. ശരീരത്തിലെ അവയവങ്ങളെല്ലാം അഴുകി അവസാനം 17 ദിവസങ്ങൾക്കുള്ളിൽ ശരീരത്തിലെ മാംസമെല്ലാം ഇല്ലാതാകും. ശരീരം വെറും അസ്ഥികൂടമായി മാറാൻ തുടങ്ങും. ലിഗ്മെൻറ്റുകൾ കൂടെ മറ്റു ജീവജാലങ്ങൾ ഭക്ഷിച്ചു തീരുമ്പോൾ 30 ദിവസങ്ങൾക്കുള്ളിൽ ശരീരം വെറും അസ്ഥികൂടം മാത്രമായി മാറും. പിന്നീട് അവശേഷിക്കുന്ന ഈ അസ്ഥികളുടെ നിറം മാറാൻ തുടങ്ങും. അങ്ങനെ 35 ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ നിറം പൂർണ്ണമായും മാറും. പിന്നീട് വർഷങ്ങൾ കൊണ്ട് ഈ അസ്ഥികളെല്ലാം പൊടിഞ്ഞ് മണ്ണിൽ ലയിച്ചു ചേരും. അങ്ങനെ മരണശേഷം നമ്മൾ മണ്ണോട് മണ്ണായി മാറും. ശാസ്ത്രീയമായി ഇതാണ് നമ്മുടെ മരണാനന്തരം. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ മരിച്ച ശേഷം തിരികെ വന്നവർ പറഞ്ഞ കാര്യങ്ങളോ? കടുത്ത വേദനയാൽ ശരീരം തളർന്നു. താൻ ശരീരത്തിൽ നിന്നും പുറത്തു വന്നു. ഡോക്ടർമാരും ബന്ധുക്കളും നിൽക്കുന്ന മുറി പതിയെ അവ്യക്തമായി. പിന്നീട് വലിയൊരു ടണലിലൂടെയാണ് താൻ സഞ്ചരിച്ചത്. ടണലിൻ്റെ അറ്റത്ത് അതിശക്തമായ പ്രകാശം കാണാം. ആ പ്രകാശത്തിലേക്ക് നടന്നു ചെല്ലുന്തോറും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ പലരെയും കണ്ടു. പ്രകാശത്തിൽ നിന്നും 2 കരങ്ങൾ തന്നെ ആശ്ലേഷിച്ചു. അന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സുരക്ഷിതത്വം അന്ന് അനുഭവപ്പെട്ടു. സ്പൈനൽ ട്യൂമർ മൂലം മരണമുഖത്തെത്തിയ ശേഷം രക്ഷപ്പെട്ട യുവതി പറഞ്ഞ വാക്കുകളാണിത്. ഇതിന് സമാനമായ പല അനുഭവങ്ങളുമാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ വന്നവരും പറഞ്ഞിട്ടുള്ളത്. ഹൃദയം സ്തംഭിച്ച് ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച ശേഷം 4 മുതൽ 6 മിനിറ്റ് വരെയുള്ള സമയത്ത് കൃത്യമായി വൈദ്യസഹായം നൽകുകയാണെങ്കിൽ രോഗിയെ രക്ഷിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ആദ്യം കണ്ടു. ഈ ഒരു ഘട്ടത്തെ വിൻഡോ ഓഫ് സർവൈവൽ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്താണ്
നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ അഥവാ NDE സംഭവിക്കുന്നത്. ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് ഡച്ച് ഗവേഷകർ പഠനം നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് 56% ആളുകൾക്ക് മരണം ഒരു സുഖാനുഭവമായിരുന്നു എന്നും 24% ആളുകൾക്ക് ശരീരത്തിന് പുറത്തേക്ക് കടന്നതായി തോന്നിയിരുന്നു എന്നും 30% ആളുകൾക്ക് ടണലിലൂടെ അതിവേഗം സഞ്ചരിക്കുന്നതായി തോന്നി എന്നുമാണ്. എങ്ങനെയാണ് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉയരത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മൃതശരീരം കാണുന്ന അഥവാ ശരീരമില്ലാതെ ആത്മാവായി മാറുന്ന അവസ്ഥ മരണത്തിലെ സ്ഥിരം കഥകളിൽ ഒന്നാണിത്. ഡോക്ടർമാരെയും അലമുറയിട്ട് കരയുന്ന ബന്ധുക്കളെയും ആ സമയത്ത് കാണാനാകും. എന്നാൽ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു തോന്നൽ ആർക്കും ഉണ്ടാകാം എന്നാണ്. നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും ചലിക്കാനാകാതെ കിടക്കുന്ന സ്ലീപ്പ് പരാലിസിസ് സംഭവിക്കുന്നവർക്ക് ഇത്തരം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. കൃഷ്ണമണികൾ ചലിച്ചു തുടങ്ങുന്ന റാപ്പിഡ് ഐ മൊമെൻ്റ് എന്ന നിദ്രാവസ്ഥയിലാണ് ഇത് സംഭവിക്കുക. ഇത് മാത്രമല്ല, തലച്ചോറിലെ തലാമസിലെ DPG എന്ന റൈറ്റ് ടെമ്പറോപറൈറ്റൽ ജംഗ്ഷനെ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഈ അവസ്ഥയിലേക്ക് കൃത്രിമമായി ഗവേഷകർ എത്തിച്ചിട്ടുമുണ്ട്. അടുത്തത് ആ സമയത്ത് ദൈവത്തെയും മരണമടഞ്ഞ മറ്റു പല വ്യക്തികളെയും വലിയ പ്രകാശവും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ സാംസ്കാരിക ചുറ്റുപാടും മതവിശ്വാസവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. മതവിശ്വാസികൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ യുക്തിവാദികൾ പ്രകാശത്തെയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഗവേഷകർ പറയുന്നത് അൾഷിമേഴ്സ്, പാർക്കിൻസൺ എന്നീ രോഗാവസ്ഥയുള്ള രോഗികൾ ഇത്തരം തോന്നലുകളിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട് എന്നാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പോമൈൻ്റെ തകരാറുകളാണ് ഹാലൂസിനേഷൻസ് അഥവാ ഇത്തരം വിഭ്രാന്തികൾ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇരുട്ട് നിറഞ്ഞ ഒരു ടണലിലൂടെ അതിവേഗം യാത്ര ചെയ്ത് സൂര്യനേക്കാൾ ഉഗ്രശേഷിയുള്ള പ്രകാശത്തിൽ എത്തിച്ചേർന്ന അനുഭവം. ഇത്തരം വിചിത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ശാസ്ത്രലോകം നമുക്ക് നൽകുന്ന മറുപടി റെറ്റിനൽ ഇസ്കെമിയ എന്നതാണ്. അതായത് റെറ്റിനയിലേക്ക് ഓക്സിജൻ എത്തുന്നത് കുറയുന്നത് മൂലമാണ് ടണലിലൂടെ സഞ്ചരിക്കുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകുന്നത്. മരണമുഖത്തു നിന്നും മടങ്ങി വന്നവർക്കുണ്ടായി എന്ന് പറയപ്പെടുന്ന മരണാനുഭവവും അവർ കണ്ട മരണാനന്തര ജീവിതത്തിലെ അടയാളങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതായത് അവർ കണ്ട ഈ കാഴ്ചകളെല്ലാം നിരവധി ശാരീരിക മാനസിക അവസ്ഥകളുടെ സംയോജനം മൂലമുണ്ടായത് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എങ്കിലും മരണാനന്തരം എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതിന് വേണ്ടി മാത്രമായി ഈ ലോകത്ത് ജീവിച്ചു മരിക്കുന്ന ധാരാളം ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ 460 കോടി വർഷക്കാലത്തെ വലിയ ചരിത്രമുള്ള നമ്മുടെ ഭൂമിയിൽ വെറും 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം പരിണമിച്ചെത്തിയ ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ ചരിത്രത്തിൽ എപ്പോഴാണ് ഈ മരണാനന്തര ജീവിതവും ആത്മാവുമെല്ലാം കടന്നു വന്നത് എന്ന് അറിയില്ല. അതിപുരാതന സംസ്കാരങ്ങൾ മുതലേ മനുഷ്യൻ ഇവയിലെല്ലാം വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലോകാത്ഭുതമായി മാറിയ പിരമിഡുകൾ. ഈ ഒരു വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് ധാരാളം സംസ്കാരങ്ങളും മതവിശ്വാസങ്ങളും കടന്നു വന്നു. മരണാനന്തരമുള്ള ജീവിതം സുഗമമാകുന്നതിന് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവർ മനുഷ്യരെ പഠിപ്പിച്ചു കൊണ്ടേയിരുന്നു. എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജീവിക്കുന്ന സമയം മുഴുവൻ സന്തോഷകരമായി മാത്രം ജീവിക്കുക. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം മരണാനന്തരം നമ്മൾ മിനുക്കുപണികൾ ചെയ്ത് കാത്തുസൂക്ഷിച്ച് സുന്ദരമാക്കി കൊണ്ടു നടക്കുന്ന നമ്മുടെ ഈ ശരീരം ഒന്നുപോലും അവശേഷിക്കാതെ മണ്ണോട് മണ്ണായി ലയിച്ചു ചേരും. അതിനുശേഷം കാലങ്ങൾ കഴിയുന്തോറും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൻ്റെ ഒരടയാളങ്ങളും അവശേഷിക്കാതെ ഓർമ്മകൾ പോലുമില്ലാതെ നമ്മൾ അവസാനിക്കും. ശാസ്ത്രീയമായി മരണം എന്നത് ഇത് മാത്രമാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.